السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹാദരങ്ങൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, നാഗൂർ ഷരീഫിൽ അന്തിയുറങ്ങുന്ന മഹാനായ ഷെയ്ഖ് ഷാഉൽ ഹമീദുൻ നാഗൂരി എന്നവരെ കുറിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുകയാണ്. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായൊരു നഗരമാണല്ലോ നാഗപട്ടണം. മലപ്പുറത്തു നിന്നും പാലക്കാട്, കോയമ്പത്തൂർ, തൃശ്ശൂർപള്ളി, തഞ്ചാവൂർ വഴി 460 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചാൽ നാഗപട്ടണത്തിലേക്കെത്താം. അവിടെ നിന്നും കുറഞ്ഞ ദൂരം സഞ്ചരിച്ചാൽ നാഗൂർ ഷരീഫ് നമുക്ക് കാണാം. തീർത്ഥാടക വ്യൂഹത്തിന് സഹായകരമായി ഷെയ്ഖിൻ്റെ സന്താന പരമ്പരയിലുള്ള ഒട്ടേറെ ഹാദിമുകൾ ദർഗയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 3000-ഓളം ഏക്കർ ഭൂമി ഇപ്പോൾ ദർഗയുടെ പേരിലുമുണ്ട്. ഷെയ്ഖിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മാനേജ്മെന്റ് ട്രസ്റ്റ് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാഗൂർ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഷാഹുൽ ഹമീദ് മീറാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സുഭിക്ഷതയുടെ മോഹന സൗന്ദര്യത്താൽ അനുഗ്രഹീതമാണ് നാഗൂർ ഷരീഫ്. ടൂറിസ്റ്റ് വാഹനങ്ങളുടെയും സന്ദർശകരുടെയും ആധിക്യത്താൽ വീർപ്പുമുട്ടുകയാണ് ആ നഗരം. വർണ്ണാങ്കിലങ്ങളായ ടെറസുകൾ, അമ്പരചുംബികളായ മിനാരങ്ങൾ ഈ കാഴ്ചക്ക് പരിവേശമണിയിച്ചുകൊണ്ട് ഇളകിമറിയുന്ന ബംഗാൾ ഉൾക്കടൽ തീരങ്ങളിൽ തഴച്ചു വളർന്ന കേരവൃക്ഷങ്ങളും കരിമ്പനകളും കടൽ കാറ്റേറ്റ് നൃത്തം വെക്കുന്നു. അതെ, എന്തുകൊണ്ടും സുരഭില സുന്ദരമാണ് ആ കടൽ തീരം. നാഗൂരെന്നു കേട്ടാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തുക അതാണ്. ഒരു കാലത്ത് വിജനമായി കിടന്ന നാഗൂർ പട്ടണം ഷെയ്ഖ് ഷാഉൽ ഹമീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗമനത്തോടെയാണ് സജീവമായത്. അവിടെ ഭൂരിപക്ഷം ജനങ്ങളും അമുസ്ലിങ്ങളായിരുന്നു. എന്നാലും ഇസ്ലാമിക വിശ്വാസികളെയും മതപുരോഹിതന്മാരെയും അവർ അങ്ങേയറ്റം സ്നേഹിച്ചു. അവരുടെ പ്രാർത്ഥനകളിൽ ആശ്വാസം കണ്ടെത്തി. ആയിടക്കാണ് അവർക്കൊരു മുത്ത് വീണ് കിട്ടിയത്. അത് കടൽ തിരമാലകൾ കൊണ്ട് വന്നിട്ടതായിരുന്നില്ല, കടൽ കാറ്റിലൂടെ പറന്നു വന്നതുമായിരുന്നില്ല. മാണിക്യപ്പൂരിലെ പ്രമുഖ സയ്യിദ് കുടുംബത്തിൽ ജനിച്ച മഹാൻ അൽ ഖുത്ബ് ഷെയ്ഖ് ഷാഉൽ ഹമീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. മീറാൻ, ഗഞ്ച്, സവായി, ഗഞ്ച് ബക്ഷ് എന്നീ വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് അവർകൾ ഉന്നതനായ തത്വചിന്തകനും തികഞ്ഞ സൂഫി വര്യനും ഉജ്ജ്വലനായ സഹോദര സ്നേഹിയുമായിരുന്നു. അബ്ദുൽ ഖദർ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ഹബീബായ മുത്തുനബിയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് എത്തുന്നതാണ് അവരുടെ പരമ്പര. ഡൽഹിക്കടുത്ത് മാണിക്കപ്പൂരിലെ സയ്യിദ് ഹസനുൽ ഖുദ്സിൻ്റെയും സയ്യിദത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരാൺകുഞ്ഞ് ജനിച്ചു. ഹിജ്റ വർഷം 910 റബീഉൽ അവ്വൽ 10 അത്. ഈ കുഞ്ഞാണ് പിൽക്കാലത്ത് ലോക പ്രശസ്തനായി തീർന്ന ഷെയ്ഖ് ഷാഉൽ ഹമീദ് റളിയല്ലാഹു അൻഹു.